താവൂത്തുണ്ട്, ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എഴുതി കൊടുത്തു. എന്താ എഴുതി കൊടുത്തത് കേട്ടോളൂ. ഇത് റിട്ട് ഹർജിയാണ്, ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് ഹർജി. ആരാ കൊടുക്കുന്നത്? IT ആരിഫ് അലി. നമ്മുടെ ആരിഫ് അലി സാഹിബാണ്. ഞാൻ ആരിഫ് അലിയാണ്. വയസ്സ് 49ആയി. വാപ്പാന്റെ പേര് അലവി എന്നാണ്. ഹാവിംഗ് മൈ ഓഫീസ് അറ്റ് സോണൽ ഓഫീസ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസാണ് എൻ്റെ ഓഫീസ്. മാത്രമല്ല അത് ഉള്ളത് ഫസ്റ്റ് ഫ്ലോർ ആണ്, ഹിറ സെന്ററിലാണ്, മാവൂർ റോഡിലാണ്, കോഴിക്കോടാണ്. അതിന്റെ പിൻകോഡ് അടക്കം കൊടുത്തിട്ട് ഇതില് നമുക്ക് കാണാൻ കഴിയും, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഹൈക്കോടതിയിൽ പോയി പറഞ്ഞ് എഴുതി കൊടുത്ത് എന്നറിയോ? കേട്ടോളൂ. That exhibit P2 has not been published by the third respondent but an independent publishing house. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഒരു പുസ്തകം സമർപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി. ദേശീയത്വം, മതേതരത്വം, ജനാധിപത്യം എന്ന് പറയുന്ന IPH പുറത്തിറക്കിയ പുസ്തകമാണ്. ഒരു താത്വിക വിശകലനം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് ആധുനിക മതേതരത്വ ജനാധിപത്യം ഒരു മുസ്ലിമിന്റെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ്. ഇസ്ലാമുമായി യോജിക്കുന്ന ഒറ്റ പോയിന്റ് പോലും ആധുനിക മതേതരത്വ ജനാധിപത്യത്തിൽ ഇല്ല. അതുകൊണ്ട് ആ വ്യവസ്ഥിതിയുമായി സഹകരിക്കൽ തെറ്റാണ്, അതിനെതിരെ പ്രവർത്തിക്കൽ മതകർത്തവ്യമാണ് എന്ന് എഴുതിയ മൗദൂദി സാഹിബിന്റെ പുസ്തകം ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി. ഇത് ഇന്ത്യ രാജ്യത്ത് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ ആരിഫ് അലിയെ വിളിച്ചു. ആര്? ഹൈക്കോടതി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇത് നിങ്ങളുടെ ബുക്കാണോ? ഈ പറയുന്ന ഈ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം എന്ന് പറയുന്ന ബുക്ക് നിങ്ങളുടേതാണോ? ഈ IPH എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനമാണോ എന്ന് ചോദിച്ചപ്പോ ഹക്ക് മാത്രം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്താ പറഞ്ഞെന്നറിയോ? ദാറ്റ് എക്സിബിറ്റ് P2 എന്ന് പറഞ്ഞാൽ ആ പുസ്തകം ഹാസ് നോട്ട് ബീൻ പബ്ലിഷ്ഡ് ബൈ ദ തേർഡ് റെസ്പോണ്ടന്റ്. അത് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചതല്ല. IPH പുറത്തിറക്കിയ ബുക്ക് ജമാഅത്തെ ഇസ്ലാമി ഇറക്കിയതല്ല. പിന്നെ ആരാ? ബട്ട് ആൻ ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് ഹൗസ്. ഒരു സ്വതന്ത്ര ഏതോ ഒരു പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കിയ, എനിക്കറിയൂല. ആരിഫ് അലി ഇവിടെ വന്ന് പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ പേരെന്താ? സദറുദ്ദീൻ മൗലവി. ഇതാ ഹദ്ദസ കദബ എന്ന് പറഞ്ഞ ആ നിയമം കോടതിയിൽ ബാധകല്ലേ? IPH ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ? ജമാഅത്തുകാരാ, കുനിയിലുള്ള ജമാഅത്തുകാരാ, പറയൂ, IPH ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ? അല്ല എന്ന് പറയൂ. ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിന് അയച്ചു കൊടുത്ത 700 രൂപ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് ആദ്യകാല ജമാഅത്ത് പ്രവർത്തകർ പടുത്തുയർത്തി വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന IPH ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണാലയം ജമാഅത്തെ ഇസ്ലാമിയുടേതല്ലേ? IPH ഞങ്ങളുടേതല്ല എന്ന് കോടതിയിൽ പോയി പരസ്യമായി പറഞ്ഞു. എന്ന് മാത്രമല്ല, വീണ്ടും പറഞ്ഞു, ആൻഡ് ഫർദർ ദ തേർഡ് റെസ്പോണ്ടന്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ വ്യൂസ് ഓഫ് ദ ഓതർ. ആ പുസ്തകം എഴുതിയ മൗദൂദിയുടെ ആ കാഴ്ചപ്പാടുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു യോജിപ്പില്ല. മൗദൂദി പറഞ്ഞതുമായിട്ട് ഒരു യോജിപ്പില്ല എന്ന് ഈ പറയുന്ന പുസ്തകത്തിൽ മൗദൂദി പറഞ്ഞതുമായി ഒരു യോജിപ്പും ജമാഅത്തെ ഇസ്ലാമിക്കില്ല എന്ന് കോടതിയിൽ പോയി പറയാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പ്രസിദ്ധീകരണാലയമാണ് മർക്കസി മക്തബ. അതും ജമാഅത്തെ ഇസ്ലാമിയുടേതല്ല എന്നാണ് കോടതിയിൽ പോയി പറഞ്ഞത്. കളവ് പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ? എന്നാൽ ഈ പുസ്തകം ഉണ്ടല്ലോ, സത്യത്തിൽ ഈ ദേശീയത്വം, മതേതരത്വം, ജനാധിപത്യം പുസ്തകം, ആ പുസ്തകത്തിന്റെ മുമ്പത്തെ പേരെന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം. ഇതാണ് പുസ്തകം. 6 മാസം കൂടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകത്തിന്റെ പേരും മാറും, അതിന്റെ അകത്തുള്ളതും മാറും. പേരും മാറും. 1979 ഈ പുസ്തകത്തിന്റെ പേര് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നായിരുന്നു. എന്നാൽ ഇപ്പോഴോ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശവുമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ബന്ധമില്ല. ഇനി IPH ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലേ? IPHന്റെ സൈറ്റിൽ എന്താ ഉള്ളത് കേട്ടോളൂ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസാധനാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ ഔദ്യോഗിക പുസ്തക പ്രസാധനാലയമാണ്. ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ് എന്ത്? IPH. ഇത് IPHന്റെ സൈറ്റിൽ എഴുതി വെക്കുക. ഇത് കോടതി പറയാം ഞങ്ങളുമായിട്ട് ബന്ധമില്ല, ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ് എന്നാ പറഞ്ഞത്. മർക്കസി മക്തബ, ആ മർക്കസി മക്തബ കോടതിയിൽ പറഞ്ഞത് ഞങ്ങളുമായി ബന്ധമില്ല എന്നാ. പക്ഷേ സൈറ്റിലുള്ളത് ദ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഡിവിഷൻ ഓഫ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണാലയമാണ്. സൈറ്റിൽ IPH കേരള നടിച്ചു കൊടുത്താൽ കിട്ടും. എന്നിട്ട് കോടതി പറയാം ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ല IPH എന്ന്. മൗദൂദിയുടെ വീക്ഷണമായിട്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല.
നിങ്ങൾക്ക് യോജിപ്പില്ല, ശരി, നിങ്ങൾക്ക് യോജിപ്പില്ലാതെ ഞങ്ങൾ യോജിക്കണമെന്നാ? അല്ല, നിങ്ങൾക്ക് യോജിപ്പില്ലാതെ ഞങ്ങൾ സ്വീകരിക്കണമെന്നാ? എന്താ ഈ പറയുന്നത്? മാത്രല്ല, അതാ ഇത് ലഘുലേഖ മലയാളത്തിൽ, ഇനി സൈറ്റ് ഒന്നും വേണ്ട, കാര്യം ഇപ്പൊ അടിച്ചു പോകും, ഉടൻ തന്നെ ഈ സൈറ്റ് അടിച്ചു പോകും കേട്ടോ. ഇനി നോക്കൂ, അത് കിട്ടൂല, പലതും അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എത്തേണ്ട അടുത്ത് എത്തിപ്പോയിട്ടുണ്ട്, ഇനി അടിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല. ഇനി മാത്രല്ല, ഈ ലഘുലേഖ ഉണ്ടോ, ഈ ലഘുലേഖയുടെ പേര് ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിയുക എന്നാണ്. എഴുതിയപ്പോ തിരിഞ്ഞു പോയതാ, ജമാഅത്തെ ഇസ്ലാമിയെ എടുത്തറിയുക എന്നാണ് എഴുതേണ്ടത്. പിന്നെ എഴുതിയെന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിയുക. അതിലെന്താ പറയുക കേട്ടോളൂ. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രമുഖ ഭാഷകളിലും ജമാഅത്ത് പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും പുറത്തിറക്കുന്നു. ഹിന്ദി, ഉറുദു, ബംഗാളി, ആസാമി, പഞ്ചാബി, ഗുജറാത്തി, മറാഠി, തെലുങ്ക്, കന്നഡ, ഗുരുമുഖി, തമിഴ്, മലയാളം ഭാഷകളിൽ ജമാഅത്തിന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പുസ്തക പ്രസാധനാലയങ്ങളുമുണ്ട്. ഇതിൽ 1000-ലേറെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ച മർക്കസി മക്തബ ഇസ്ലാമിയും കേരളത്തിലെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസും എടുത്തു പറയത്തക്കതാണ്. അവ ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിയുക എന്ന ലഘുലേഖയിലും പറയുന്നത് IPH ജമാഅത്തിൻ്റെതാണ്. കോഡിൽ പറയാൻ ഞങ്ങളല്ല, ആ മൗദൂദിയായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്കില്ല. നിങ്ങൾക്കില്ലാത്ത ബന്ധം ഞങ്ങൾക്ക് എന്തിനാ മക്കളെ? അതുകൊണ്ട് അൽമുർഷിദൊക്കെ അവിടെ വെച്ചോളൂ, നിങ്ങൾ കാത്തു സൂക്ഷിച്ച് വെച്ചോളൂ. ഇൻഷാ അള്ളാ വീണ്ടും അതിനെ സംബന്ധിച്ച് നമുക്ക് കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി ചില അൽമുർഷിദൊക്കെ ഇവിടെ നമുക്ക് പരിചയപ്പെടാനുമുണ്ട്. പിന്നെന്താ, മൗദൂദി പറഞ്ഞ ആശയം, കോടതിയിൽ അങ്ങനെ മൗദൂദിയായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയാം. എന്നിട്ട് നാട്ടിലിറങ്ങിയിട്ട് ഞങ്ങളെ ചീത്ത പറയാൻ മൗദൂദിക്കെതിരെ സംസാരിച്ചു. നിങ്ങൾ കോടതിയിൽ സംസാരിക്കും, നമ്മൾ നാട്ടിൽ ജനങ്ങളോട് പറയുന്നു. കോടതിയിൽ നിങ്ങൾ മൗദൂദിക്കെതിരെ സംസാരിക്കുന്നു, ഞങ്ങൾ നാട്ടിലുള്ള ജനങ്ങളോട് അക്കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. എന്നാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, കോടതിക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ മൗദൂദിയെ പുകഴ്ത്തുകയാണ്. മൗദൂദി എന്താ